കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി 3 ആഴ്ച മാത്രം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഇന്ന് വൈകിട്ടോടെ മണ്ഡലങ്ങളിലെ മത്സര ചിത്രം വ്യക്തമാകും. വലിയ ആത്മവിശ്വാസമുണ്ട് മുന്നണികൾക്കെല്ലാം. ആദ്യഘട്ടത്തിലെ മുന്നേറ്റം നിലനിർത്തി ഇടതുമുന്നണിയുടെ പര്യടനം തുടരുന്നു. സമഗ്ര വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ നൽകും. ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. നൃപൻ, ഏപ്രിൽ 26-നാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ദിവസം അടുക്കാൻ ചുരുങ്ങിയ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥികൾ എത്ര എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രം തെളിയും. അതിനപ്പുറത്തേക്ക് പ്രചരണമൊക്കെ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടതുമുന്നണി ക്യാമ്പുകൾക്ക് കൂടുതൽ ആവേശം നൽകിക്കൊണ്ട് മണ്ഡല പര്യടനത്തിലാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം? കാവ്യ, അത് തന്നെയാണ്. ഇനി ഏറെ 3 ആഴ്ച മാത്രമാണ് ഇനിയുള്ളത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കേരളം ബഹുദൂരം മുന്നോട്ട് പോയതാണ്. മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ തന്നെ LDF പൂർത്തിയാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ആദ്യഘട്ടത്തിൽ നടത്തിയത് LDF ആണ്. തുടർന്ന് പ്രചരണ പരിപാടികളും LDF ആരംഭിച്ചു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ ഒരുപക്ഷെ കേരളമായിരിക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചർച്ചകൾ ആരംഭിച്ചത്. അതിൻ്റെ ഒരു മുൻതൂക്കം കേരളത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണി അതേ മുൻതൂക്കം ഇപ്പോഴും തുടരുന്നു. 1-ാം ഘട്ട പ്രവർത്തനം ചിട്ടയായി പൂർത്തിയാക്കി. 2-ാം ഘട്ട പ്രവർത്തനവും പൂർത്തിയാക്കി. പര്യടന പരിപാടിയിലാണ് ഇടതു സ്ഥാനാർത്ഥികൾ. മറ്റ് മുന്നണികളെ സംബന്ധിച്ച് പറയുമ്പോൾ BJP 2 ഘട്ടങ്ങളായിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഒരുപക്ഷെ അവസാനത്തെ 4 മണ്ഡലങ്ങളിൽ ലാസ്റ്റ് 3-ാമത്തെ ഘട്ടത്തിലാണ് പ്രഖ്യാപിച്ചത്. UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഏറെ വൈകുന്നൊരു ഘട്ടമുണ്ടായി. അവസാനത്തെ KC വേണുഗോപാൽ ആലപ്പുഴ വരുമോ, വയനാട് രാഹുൽ ഗാന്ധി വരുമോ എന്ന തർക്കം നിലനിർന്നു. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP ആരെങ്കിലും മാറ്റേണ്ടി വരുമെന്ന് തർക്കം കാരണം ദില്ലിയിൽ അവസാനഘട്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് UDFൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അവർ മണ്ഡലങ്ങളിൽ പര്യടന പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രചരണ പരിപാടിയുമായി UDF മുന്നോട്ട് പോകുന്നു. ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം BJP സജീവമായി നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി പറയുന്നത് തിരുവനന്തപുരവും ഒപ്പം തന്നെ തൃശ്ശൂരും മണ്ഡലമാണ്. വി മുരളീധരൻ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലും അവർ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് പോലെ മണ്ഡലം, ആലപ്പുഴ പോലത്തുള്ള മണ്ഡലം, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം BJP അവകാശവാദം ഉന്നയിക്കുന്ന ത്രികോണ മത്സരം എന്ന അവകാശവാദം ഉന്നയിക്കുന്ന മത്സരം നടക്കുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ്. ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ പൊതുവിൽ 20 മണ്ഡലങ്ങളിലുണ്ട് എന്ന തരത്തിലുള്ള സജീവമായ പ്രചരണങ്ങൾ മുന്നണികൾ നടത്തുന്നു. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസം ഈ പ്രചരണ രംഗത്ത് രാഷ്ട്രീയം ഉന്നയിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ച 1-ാം ഘട്ടത്തിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൗരത്വ നിയമമായിരുന്നു. അതിൽ UDFന് വ്യക്തമായ മറുപടി പറയാനും കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മൗനം ഇപ്പോഴും വെടിയാതെ ഇപ്പോഴും ആ കാര്യത്തിൽ മൗനം തുടരുന്നത് എന്ന ചോദ്യം ഇപ്പോഴും പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ഒപ്പമാണ് SDPIയുമായിട്ടുള്ള ചർച്ച, പരസ്യവും രഹസ്യവുമായ ചർച്ച. മുന്നണിക്ക് UDFന് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. അങ്ങനെ 2 കാര്യങ്ങളും ഇടതുമുന്നണി ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ മറുപടിയില്ലാതെ UDF വലയുന്ന കാഴ്ചയുണ്ട്. കേന്ദ്രത്തിൻ്റെ അവഗണന പോലെയുള്ള കടുത്ത രാഷ്ട്രീയ നിലപാട് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. ആ കാര്യങ്ങളിലും UDFന് അഭിപ്രായമില്ല. ഇക്കാര്യങ്ങളിലും BJP പ്രതിരോധത്തിലാണ്. ഇപ്പോൾ അവർ UDF ആത്മവിശ്വാസം വയ്ക്കുന്നത് കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണ മുൻതൂക്കം UDFന് ലഭിക്കാറുണ്ട്. ആ ഒരു മുൻതൂക്കത്തിലാണ് UDFൻ്റെ പ്രതീക്ഷ. BJP ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ആ സ്ഥലങ്ങളിൽ അവർ മുൻതൂക്കം വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ എടുത്തു പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവും പാർലമെൻറ്റ് മണ്ഡലമാണ്. 3-ാമത് അവർ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. അങ്ങനെ മുന്നണികൾ സജീവമാണ്. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ഈ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് ആകെ 86 നാമനിർദ്ദേശ പത്രികകളാണ്. അത് കഴിഞ്ഞ് ബാക്കി പരിശോധിക്കുകയാണെങ്കിൽ 204 സ്ഥാനാർത്ഥികളാണ് 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലായി മത്സര രംഗത്ത് ഉള്ളത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഓരോരോ 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ആകെ സ്ഥാനാർത്ഥികളുടെ വിവരം അറിയാൻ കഴിയും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, പിന്നെ മറ്റ് ചില സാമുദായിക സംഘടനകളെയും ഈ ചില സംഘടനകളുടെയൊക്കെ പ്രതികരിച്ചിട്ടുള്ള ചില സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ നോമിനേഷൻ
നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥികളെല്ലാം ചില സമ്മർദ്ദ ഗ്രൂപ്പുകളും ചില ഘടകങ്ങളുടെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായി സ്വതന്ത്രരായിട്ടുള്ള ചിലർ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ മത്സര രംഗത്തുണ്ട്. തരൂരിനെതിരെ അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ട് തരൂരിനെതിരെ. അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അത് ഈ ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക എന്ന കാര്യം ഇന്ന് വൈകിട്ട് അറിയാൻ കഴിയുള്ളൂ. നിലവിലുള്ള കണക്കനുസരിച്ച് 204 സ്ഥാനാർത്ഥികളാണ് നിലവിൽ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും മത്സര രംഗത്തുള്ളത്. കാവ്യ മുഖവരിയായി സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ശക്തമായ തീപാറുന്ന പോരാട്ടത്തിലേക്ക് കേരളം കടക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികൾ ഇപ്പോൾ സജീവമായി തുടരുന്നു. ഇടതുമുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും പര്യടന രംഗത്ത് ആണ് നിലവിൽ. മണ്ഡല പര്യടന രംഗത്ത് സജീവമായി രംഗത്തുണ്ട്. BJPയുടെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും മണ്ഡല പര്യടനം സജീവമായി ആരംഭിച്ചിട്ടില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മണ്ഡല പര്യടനം നടത്തുന്ന സ്ഥാനാർത്ഥികളുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒപ്പം തന്നെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഇടതുമുന്നണിയുടെ 2 സ്ഥാനാർത്ഥികളും ഇന്ന് മണ്ഡല പര്യടനത്തിൽ സജീവവുമാണ്. കാവ്യ. ശരി നൃപൻ, സംസ്ഥാനത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഒരു പൊതുചിത്രമാണ്, സമഗ്ര ചിത്രമാണ് നൃപൻ ചക്രവർത്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.